ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയായി അനുമോളും. വാശിയേറിയ മത്സരത്തിൽ ഈ സീസണിലെ കോമണറായി എത്തിയ അനീഷിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് അനുമോൾ ബിഗ് ബോസ് കിരീടം ചൂടിയത്. സീസൺ 4 ദിൽഷയ്ക്ക് ശേഷം മലയാളം ബിഗ് ബോസിൽ കിരീടം നേടുന്ന വനിത കൂടിയാണ് അനുമോൾ. സീസൺ 7 ഷാനവാസ് 3-ാം സ്ഥാനത്തും നെവിൻ 4-ാം സ്ഥാനത്തും അക്ബർ 5-ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു. 50 ലക്ഷം രൂപയാണ് ബിഗ് ബോസ് വിജയായ അനുമോൾക്ക് ലഭിക്കുക. ഷോയുടെ അവതാരകനായിട്ടുള്ള മോഹൻലാൽ തന്നെ ബിഗ് ബോസ് ട്രോഫിയും അനുമോൾക്ക് സമ്മാനിച്ചു. ഇത്തവണത്തെ ടോപ്പ് 5-ൽ ഒരേ ഒരു വനിതാ മത്സരാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു. നൂറയും ആദിലയും അവസാനത്തെ ആഴ്ചകളിൽ ഫൈനലിൽ എത്തുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. നൂറയ്ക്ക് ടിക്കറ്റ് ടു ഫിനാലെ ലൈഫും ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യം ആദിലയും പിന്നീട് അവസാന നിമിഷം നൂറയും എവിക്റ്റ് ആയതോടെ അവസാന 5-ൽ അനുമോൾ മാത്രമായി വനിതയായിട്ട് അവശേഷിച്ചു. ശക്തമായിട്ടുള്ള മത്സരമാണ് അനീഷ് അനുമോൾക്ക് ഉയർത്തിയത്. ഒരു കോമണറായി എത്തി ഫസ്റ്റ് റണ്ണറപ്പ് ആയതുകൊണ്ട് തന്നെ അനീഷിന്റെ നേട്ടവും വിലമതിക്കാനാകാത്തത് തന്നെയാണ്. മൈജി കോൺടെസ്റ്റിൽ വിജയിയായാണ് അനീഷ് ബിഗ് ബോസിൽ കോമണറായി മത്സരിക്കാൻ യോഗ്യത നേടിയത്. ഏറെ നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സീസണായിരുന്നു സീസൺ 7 എന്ന് പറയുന്നത്. ഫൈനൽ വരെയും ആ നാടകീയത തുടർന്നു. ആദ്യം അക്ബറും പിന്നീട് നെവിനും ഷാനവാസും എന്നിവരും എവിക്റ്റ് ആയതോട് ബിഗ് ബോസ് ഹൗസിൽ അനീഷും അനുമോളും മാത്രമായി. ഇതോടെ അനീഷിനെയും അനുമോളെയും ബിഗ് ബോസ് വീട്ടിലെത്തി മോഹൻലാൽ തന്നെ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരികയായിരുന്നു. വോട്ടുകൾ മാറി മറിഞ്ഞ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ ലാലേട്ടനൊടുവിൽ അനുമോളുടെ കൈപിടിച്ചുയർത്തി വിജയായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം അനുവിന്റെ വിജയം PR ആണെന്നുള്ള ആക്ഷേപം ഒരു കൂട്ടർ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ സീസണിലെ 90% കണ്ടന്റ് നൽകിയ മത്സരാർത്ഥിയാണ് അനു എന്നും പോസിറ്റീവായും നെഗറ്റീവായും വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയ മത്സരാർത്ഥിക്ക് തന്നെയാണ് കിരീടം ലഭിച്ചതെന്നുള്ള വാദങ്ങൾ നിരത്തിയാണ് മറുഭാഗം ഇതിനെ പ്രതിരോധിക്കുന്നത്.